നമ്മുടെ രാജ്യത്തെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പുതിയൊരു അഡ്രസ്സിംഗ് സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇത് പ്രകാരം നിങ്ങൾക്ക് 10 അക്കങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉള്ള ഒരു കോഡ് നൽകും. ഈ കോഡ് നിങ്ങൾ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന എക്സാക്റ്റ് ലൊക്കേഷൻ ആൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഇത് പ്രധാനമായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നത് കത്തിടപാടുകൾ കുറേ കൂടി ആക്യുറേറ്റ് ആയിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോൾ ഒരു അഡ്രസ്സ് പിൻകോഡ് മാത്രമാണ് നമ്മൾ ഫ്രം ടു വയ്ക്കുക. പക്ഷേ ആ ഒരു വീട് കണ്ടെത്തുക എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പലപ്പോഴും അഡ്രസ്സിലേക്ക് കറക്റ്റ് എത്താറില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു ഡിജി പിൻ ഉപയോഗിച്ചിട്ട് എക്സാക്റ്റ് ലൊക്കേഷനിലേക്ക് എത്താൻ സാധിക്കും. അത് കത്തിടപാടുകൾ സുഗമമായി നടത്തുന്നതിന് വേണ്ടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് കൊണ്ടുവന്നെങ്കിൽ കൂടി അഗ്നിരക്ഷാ സേന, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റ് അടിയന്തര സംവിധാനങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ ഒരു സംവിധാനം ഉപയോഗിച്ച് നിങ്ങളുടെ അടുത്തേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണ് സാങ്കേതികപരമായി പ്രവർത്തിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ മൊത്തം സ്ഥലത്തെയും 4 മീറ്റർ നീളവും വീതിയുമുള്ള ഓരോ ചതുരങ്ങളായി തിരിച്ചിട്ടുണ്ട്. ആ ഓരോ ചതുരങ്ങൾക്കും ഒരു പ്രത്യേക കോഡ് നമ്പർ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കോഡ് നമ്പറാണ് നിങ്ങളുടെ ഈ ഡിജി പിൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തിനൊരു ഡിജി പിൻ ഉണ്ടായിരിക്കും. ഒരു 4 മീറ്റർ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ മറ്റൊരു ഡിജി പിൻ ആയിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ മറ്റൊരു ഡിജി പിൻ ആയിരിക്കും. അതായത് അത്രയും ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഒരു ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ ഒരു പിൻ കോഡ് ഉപയോഗിച്ചിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഡിജി പിൻ ഏതാണെന്ന് എങ്ങനെ kണ്ടെത്താമെന്ന് ഞാൻ കാണിച്ചു തരാം. DSC.indiapost.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് വരിക. അവിടെ നോ യുവർ ഡിജി പിൻ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ പെർമിഷൻ, ലൊക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കുന്നുണ്ടാവും. അത് അലോ എന്നത് കൊടുക്കുക. ശേഷം ഈ കൺസെൻറ്റ് എന്നത് കൊടുക്കുക. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഡിജി പിൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ മാപ്പിൽ നിങ്ങൾ ഓരോ ലൊക്കേഷൻ ഇങ്ങനെ മാറുന്നതനുസരിച്ച് ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഡിജി പിന്നുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ആ പ്രദേശത്തിൻ്റെ ഡിജി പിൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡിജി പിൻ നിങ്ങൾക്ക് ഒരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഇവിടെ കാണുന്ന ഒരു ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നേരെ ഇത് കോപ്പി ചെയ്തിട്ട് വാട്സാപ്പിനകത്തേക്ക് ഇയാൾ തുറക്കുന്ന സമയത്ത് ഇത്തരത്തിലായിരിക്കും വരിക. ഇവിടെ ഓപ്പൺ ഇൻ ഗൂഗിൾ മാപ്പ് എന്നുണ്ടായിരിക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ അതിനകത്തേക്ക് കാണിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച വെബ്സൈറ്റിനകത്തേക്ക് വന്നിട്ട് മുകളിൽ കാണുന്ന സെർച്ച് ലൊക്കേഷൻ എന്ന ഭാഗത്ത് നിങ്ങളുടെ ഡിജി പിൻ അവർ ടൈപ്പ് ചെയ്ത് കൊടുത്താലും ഈ ഒരു പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെബ്സൈറ്റിലൂടെ ആ ഒരു ലൊക്കേഷൻ കറക്റ്റ് കാണാൻ സാധിക്കും.